സിനിമകൾ ഈ കുട്ടികളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന തരത്തിൽ ചർച്ചകൾ പല മേഖലകളിൽ നിന്നും ഉയർന്നു വന്നത്, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്കിടയിൽ നിന്നും പൊതുസമൂഹം പോലും ഈ ഒരു പരിധിക്കപ്പുറം വയലൻസ് ഉള്ള സിനിമകൾ കുട്ടികളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നു. ഈ തരത്തിലുള്ള ചർച്ചകളൊക്കെ വന്നതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വാർത്ത അനുസരിച്ച് മാർക്കോ സിനിമയ്ക്ക് വിലക്ക് എന്നുള്ളതാണ്. ടെലിവിഷനിലും OTTയിലും ചിത്രം പ്രദർശിപ്പിക്കുന്നതിനെതിരെ ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ് രംഗത്ത് വന്നു. ഈ ചിത്രം ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ പ്രദർശിപ്പിക്കരുത് എന്നും അത് തടയണമെന്നുമാണ് ആവശ്യം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ് കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പോൾ ചേർന്നത് സഹിൻ ആന്റണിയാണ്. സഹിൻ, ഈ മാർക്കോ സിനിമ വലിയ രീതിയിൽ കുട്ടികളെ അക്രമത്തിന് പ്രേരിപ്പിക്കുന്നു എന്ന തരത്തിൽ ചർച്ചകൾ പൊതുസമൂഹത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം ഈ പല സിനിമാ സംഘടനകളും ഒക്കെ പറഞ്ഞിരുന്നു, ഈ സിനിമകൾ ഒരു പരിധിയിൽ കൂടുതൽ കുട്ടികളെ സ്വാധീനിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്നത് കൊറിയൻ, ജാപ്പനീസ് ചിത്രങ്ങളിലൊക്കെയാണ്. അവിടെയാണ് ഏറ്റവും കുറവ് അതിക്രമങ്ങൾ നടക്കുന്നത്. പിന്നെ ഈ പറഞ്ഞിരുന്നതിന്റെ വസ്തുത എന്താണ് എന്ന തരത്തിൽ ഒരു ചർച്ചകളും സമൂഹത്തിന്റെ മറ്റൊരു ഭാഗത്തിൽ പുരോഗമിക്കുന്നുണ്ട്. ഒരു സംവിധായകന്റെ ഭാവന സൃഷ്ടി എന്നതിനപ്പുറം അതിനെയൊക്കെ വൈകാരികമായി എടുക്കാൻ നമ്മുടെ സമൂഹം, നമ്മുടെ വിദ്യാർത്ഥികൾ തുടങ്ങിയാൽ എന്തു ചെയ്യും എന്നുള്ളൊരു ചോദ്യം പോലും നമ്മളിലൊക്കെ നിൽക്കുന്ന സമയത്താണ് മാർക്കോയ്ക്ക് ഈ വിലക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പുതിയ വാർത്ത വരുന്നത്. പറയൂ സഹിൻ, വിശദാംശം. സേതു, അതായത് ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ്, നമുക്ക് ഫിലിം സെൻസർ ബോർഡല്ല, ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡാണുള്ളത്. സാധാരണ ഒരു ചിത്രത്തിൻ്റെ ഘട്ടം ഘട്ടമായ ചിത്രത്തെ പരിശോധിച്ചുകൊണ്ട് അതിനൊരു സർട്ടിഫിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. മാർക്കോയ്ക്ക് സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാർക്കോ സിനിമ ടെലിവിഷനിലും ഒപ്പം തന്നെ OTT പ്ലാറ്റ്ഫോമിലും പ്രദർശിപ്പിക്കരുത് എന്നുള്ളതാണ് ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡിൻ്റെ ആവശ്യം. ഒന്ന്, ഈ ടെലിവിഷനുകളിൽ ഇത്തരം ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ അത് വല്ലാത്ത രീതിയിൽ സ്വാധീനിക്കും. സ്വാഭാവികമായും ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന്, OTT പ്ലാറ്റ്ഫോമിൽ ഇത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിനെതിരെയും കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുകയാണ്. അതായത് മാർക്കോ സിനിമയ്ക്ക് വലിയ രീതിയിൽ സമൂഹത്തിൽ ഇടപെടൽ ഉണ്ടാക്കിയിരിക്കുന്നു, കുട്ടികൾക്കിടയിൽ വയലൻസ് വർദ്ധിക്കുന്നതിന് കാരണമായിരിക്കുന്നു എന്നുള്ളതാണ് ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡിൻ്റെ പ്രാഥമികമായ ഒരു കണ്ടെത്തൽ. ഇതേ തുടർന്ന് തന്നെയാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നതിനെതിരെ കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുന്നത്. എന്തായാലും ടെലിവിഷനിൽ ഈ ചിത്രം വരുമെന്ന് അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുമെന്ന് ഇപ്പോൾ കരുതാൻ കഴിയില്ല. കാരണം പൂർണ്ണമായിട്ടും അത് വിലക്കിയിരിക്കുകയാണ്. OTTയിൽ ചിത്രം പ്രദർശിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തലാക്കുന്നതിന് വേണ്ട നടപടികളുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ്. മറ്റൊന്ന്, സേതു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഡയറക്ടേഴ്സ് യൂണിയൻ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് കൊറിയ ഒപ്പം തന്നെ ജപ്പാൻ ചിത്രങ്ങളിലാണ് വയലൻസ് കൂടുതൽ. പക്ഷേ ജപ്പാനിൽ ക്രൈം റേഷ്യോ കുറവാണ്. അവിടെ കുറ്റകൃത്യങ്ങളുടെ അളവ് അല്ലെങ്കിൽ കണക്ക് കുറവാണ്. കാരണം അവിടുത്തെ നിയമവ്യവസ്ഥ ഭയങ്കര വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ആ കാര്യങ്ങളെല്ലാം ഡയറക്ടേഴ്സ് യൂണിയൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ ക്രൈം കൂടുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ അതിൻ്റെ സിനിമയെ കുറ്റപ്പെടുത്തരുതെന്നും അവർ പറഞ്ഞു വയ്ക്കുകയുണ്ടായി. എന്നാൽ ഇവിടെ ഇപ്പോൾ ഫിലിം സെൻസർ ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡിന്റെ ആവശ്യം ചർച്ചയാകുന്ന സമയത്ത് പോലും ഒരു മാർക്കോ സിനിമയാണോ നമ്മുടെ കുട്ടികളൊക്കെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം ഇതിനു മുൻപും മലയാളത്തിൽ ക്രൈം സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നും ആളുകൾ സിനിമകൾ കണ്ടിരുന്നു. അന്നും കുടുംബമായി തന്നെ പോയി സിനിമകൾ കണ്ടവരുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നുമില്ലാത്ത വിധം ഇന്ന് ഇത്ര കണ്ട് അതിക്രമങ്ങൾ ഇവിടെ വളരണമെങ്കിൽ അതിന് കാരണം മാർക്കോ പോലുള്ള സിനിമകൾ മാത്രമാണോ? അതിന് പിന്നിൽ മറ്റ് കാരണങ്ങളൊന്നുമില്ലേ എന്ന തരത്തിൽ കൂടി ചർച്ചകൾ ഉയർന്നു വന്നാൽ കുറച്ചും കൂടി നന്നായിരിക്കും. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകി.